ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ലഭിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ലഭിക്കുന്ന ഇൽമ് ഹിക്മത്തായി മാറണം. ഹിക്മത്ത് എന്ന വാക്കിന് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ വിവിധ തഫ്സീറുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് നൽകിയ തഫ്സീർ അൽ ഇൽമുൻ നാഫിഉ അൽ മുഅദ്ദി ഇലൽ അമൽ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം, തന്ത്രം, യുക്തി എന്നൊക്കെ പല ഭാഷയിലും വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അമലിലേക്ക് നയിക്കുന്ന ഉപകാരപ്രദമായ അറിവ്, പഠിച്ചത് അങ്ങനെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുക, അത് ദീനിന്റെ വലിയ ദഅവത്താണ്. ദഅവത്തുകളിൽ ഏറ്റവും വലിയ ദഅവത്താണ്. പഠിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകുമാറാകട്ടെ. അങ്ങനെ ആകുമ്പോൾ അത് പകർത്താൻ ഒരു തലമുറ മൊത്തം ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അങ്ങനെയാണ് ഉസ്താദ് ചെയ്തിരുന്നത്, അങ്ങനെയാണ് ഉസ്താദ് ചെയ്യാറുള്ളത്. അത് ഉളൂഇലും കുളിയിലും ഭക്ഷണം കഴിക്കുന്നിടത്തും നിത്യജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുക. അവിടെയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നാം ജയിക്കേണ്ടത്. നമ്മുടെ ഇൽമ് ഏറ്റവും ഉപകാരപ്രദമായി പ്രകാശിക്കേണ്ടത് അവിടെയാണ്. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു ആലിമ് മുതല്ലിമ് ഭക്ഷണം കഴിക്കുന്നതും ഇൽമുള്ള ഒരാൾ ഭക്ഷണം കഴിക്കുന്നതും മറ്റുള്ളവരെ പോലെയാകരുത്, വേറിട്ട രീതിയിലാകണം. അതേ രൂപത്തിൽ തന്നെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ മാറ്റം കാണണം. നാം എടുക്കുന്ന വുളൂഉം മറ്റുള്ളവർ എടുക്കുന്ന വുളൂഉം മാറ്റമുണ്ടോ? മാറ്റമുണ്ടാകണം. സുന്നത്തുകളായി പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകളൊക്കെ ഇനി ആരാണ് നിർവഹിക്കുന്നത്? നമ്മളാണത് നിർവഹിക്കേണ്ടതും പ്രകാശിപ്പിക്കേണ്ടതും. നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് സുന്നത്ത് പകർത്തി കാണിച്ചു കൊടുക്കണം. നാം കാരണം ഏതെങ്കിലും ഒരാണ്, ഒരു പെണ്ണ് ഒരു സുന്നത്ത് നിത്യജീവിതത്തിൽ പതിവാക്കാൻ കാരണമാകണം. അവരിൽ നിന്നാണ് ഞാനത് പഠിച്ചത്, അവരാണ് എനിക്കത് പഠിപ്പിച്ച് പകർത്തി തന്നത് എന്നത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കേണ്ട വലിയൊരു അംഗീകാരമാകണം. മഹാന്മാർക്ക് ലഭിച്ച വലിയൊരു അംഗീകാരം അങ്ങനെയായിരുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉസ്താദിൽ നിന്ന് സ്വീകരിച്ച ശൈലിയിൽ ജീവിതത്തിന്റെ നിത്യജീവിതത്തിൽ അവർ പകർത്തിയിരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അടുത്ത തലമുറ അതങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് അവർകൾ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നത്, അവര് പഠിപ്പിച്ചു തന്ന അതേ ശൈലിയിൽ തന്നെയാണ്. പഠിച്ചത് മറ്റൊരു ശൈലിയിലും ജീവിതത്തിൽ പകർത്തുന്നത് വേറൊരു ശൈലിയുമായാൽ നമ്മുടെ ഇൽമിന് ഉപകാരം കുറയും. ഉപകാരപ്രദമായ ഇൽമു നൽകപ്പെടുന്നവർ ധാരാളം നന്മകൾ അവർക്ക് നൽകപ്പെട്ടുപോയി. ഉപകാരപ്രദമായ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 തരത്തിലുള്ള അറിവുകളാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ 3 അറിവുകൾ നമ്മുടെ സമൂഹം ഇനിയും ആ അറിവുകൾ കൂടുതൽ സ്വായത്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മുടെ സമൂഹത്തിൽ പഠിക്കുന്ന സമയങ്ങൾ പഠിതാക്കൾക്ക് കുറഞ്ഞു പോയതുകൊണ്ട് അറിവ് നേരെ ചൊവ്വേ പഠിച്ചെടുക്കുന്നതും പ്രാക്ടിക്കലാക്കുന്നതും കുറഞ്ഞു വരുന്നുണ്ട്. മദ്രസ തലങ്ങളിൽ തന്നെ നല്ലോണം പഠിക്കാൻ ബുദ്ധിയും പക്വതയും എത്തുന്ന കാലത്ത് മെമ്പർമാര് കുറയുന്നത് നമ്മുടെ സമൂഹത്തിന് സൃഷ്ടിക്കുന്ന വലിയ ക്ഷീണമാണ്. ഏറ്റവും നല്ല കാര്യബോധമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന തലങ്ങളിൽ എണ്ണം കുറയുന്നു. അത് പേടിപ്പെടുത്തുന്ന സംഗതിയാണ്. 5ാം ക്ലാസ് വരെ ഒരു പക്ഷേ എണ്ണം കുറയാതെ നമ്പർ അങ്ങനെ പോകും. 5ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, എണ്ണം പ്രായത്തിൽ പഠിച്ചെടുക്കേണ്ട കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളിൽ തന്നെ അവഗാഹം നേടേണ്ട, നല്ലോണം പഠിക്കേണ്ട തലങ്ങളിൽ വളർന്നു വരുന്ന ആ ഒരവസരത്തിൽ എണ്ണം ചുരുങ്ങുന്നു.
5ാം ക്ലാസ്സിൽ 50 ആളുകൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ 7-ലെത്തുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം കുറഞ്ഞുപോയി. 7ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 8-ലെത്തുമ്പോൾ വിരലിൽ എണ്ണാവുന്ന മെമ്പർമാർ മാത്രം. അത് വലിയ ക്ഷീണമാണ് നമ്മുടെ സമൂഹത്തിന് വരുത്തി വെക്കുന്നത്. അവിടെയാണ് കാര്യമായി നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. എണ്ണം കുറയരുത്. ആ പോകുന്ന എണ്ണങ്ങളെ തിരിച്ചെടുത്ത് വീണ്ടും അവർക്ക് വിജ്ഞാനം പകരണം. അങ്ങനെയുള്ള ആളുകൾ കുറച്ചുകൂടി കഴിഞ്ഞ് എല്ലാ ജീവിതത്തിന് ആവശ്യമായ ഭൗതിക വിജ്ഞാനങ്ങളൊക്കെ കരഗതമാക്കി ഉയർന്ന സ്റ്റേജിലെത്തിയിട്ട് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ പക്വതയിലൂടെ പഠിക്കേണ്ട, പകർത്തിയെടുക്കേണ്ട പല വിഷയങ്ങളും അറിവില്ലാത്ത രൂപത്തിലാണ് ജീവിതത്തിലേക്ക് പാദമൂന്നുന്നത്. അത് വലിയ ക്ഷീണമായി കാണുന്നുണ്ട്. നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പല വിവരങ്ങളും അറിയാത്തവർ വർദ്ധിച്ചു വരുന്നു. നേർക്ക് നേരെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ അപാകതകൾ ധാരാളം വർദ്ധിച്ചു വരുന്നു. നിർബന്ധമായുള്ള കർമ്മങ്ങളിൽ വരെ അജ്ഞതകളാണ് അധികം വരുന്നത്. സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ കൂടുതൽ ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞേക്കും. പക്ഷേ അതുകൊണ്ട് വിജ്ഞാനങ്ങൾ വർദ്ധിപ്പിക്കുന്നിടത്ത് കാര്യമായി ശ്രദ്ധ ചെലുത്തിയേ പറ്റൂ. എങ്കിലേ അതുണ്ടാകൂ. അതിന് 1 മണിക്കൂറാണ് ക്ഷമാപൂർവം പഠിപ്പിക്കാൻ കഴിയുന്നതെങ്കിൽ പഠിപ്പിക്കണം. ഉപ്പമാര്, ഉമ്മമാര് വിജ്ഞാന തലങ്ങളിൽ നമ്മുടെ മക്കളെ ജാഗരൂകരായി നല്ല ഉപദേശങ്ങൾ നൽകിയിട്ട് നല്ലോണം വളർത്തണം. 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലുമൊക്കെ മതിയാക്കുന്ന ആളുകൾ, ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ അവർ വലുതായി വരുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് നിൽക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളിൽ അപാകതകൾ വർദ്ധിച്ചു വരുന്നു. നിസ്കാരത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല, ആ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഒന്നും പരിഗണിക്കാത്ത വിധത്തിലാകുന്നു. പരിഗണിക്കാത്ത വിധത്തിൽ. അപ്പൊ പിന്നെ നമ്മൾ അപ്പുറത്ത് അവരോട് എങ്ങനെ ഒന്ന് തുടർന്ന് നിസ്കരിക്കാന്നുള്ള ബേജാറിൽ ആളുകൾ ചോദിക്കുന്നത്, അയാൾ അപ്പുറം ആ നിസ്കരിക്കുന്ന ആൾ ഒരു ഇമാമന്നല്ലേ, അയാളോട് കൂടെ തുറന്ന് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയാൾ നിസ്കരിക്കുന്നല്ലേ. എന്താ നിങ്ങൾ ചോദിക്കുന്നത്? അദ്ദേഹത്തോട് തുടർന്ന് നിസ്കരിക്കാനാണോ നമ്മോട് പറയുന്നത്? ഏത് നിലക്കാണ് തുടർന്ന് നിസ്കരിക്കുക? അയാളൊന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും, തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല്ലേ? എന്താ ഉസ്താദേ, അയാൾ സുജൂദിലേക്ക് പോകുമ്പോൾ എന്താ കുഴപ്പം? അല്ല, കുറച്ച് 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ പറയണം. സുജൂദിലേക്ക് അയാൾ പോയപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ സുജൂദ് ചെയ്യുന്ന ഒരാളെ എങ്ങനെ തുടർന്ന് നിസ്കരിക്കുക? അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അപ്പുറത്ത് വേറെ ഒരു ജമാഅത്ത് വേറെ തുടങ്ങിക്കോളി. അതെന്താ അപ്പുറത്ത് വേറെ ജമാഅത്ത് ഇപ്പോൾ തുടങ്ങാൻ പറഞ്ഞത്? ആ സുജൂദിൽ വെക്കേണ്ട അവയവങ്ങൾ എങ്ങനെയാ വെച്ചിരിക്കുന്നത്? കാല് വെച്ചിരിക്കുന്നത് ഇങ്ങനെ, അതാ കാലിൻ്റെ വിരലൊക്കെ ഇങ്ങനെ മടക്കിയിട്ടാ വെച്ചിരിക്കുന്നത്. കാലിൻ്റെ വിരലിൻ്റെ പള്ളയാ മടക്കി വെക്കേണ്ടത്, കാലിൻ്റെ പുറംഭാഗമല്ല മടക്കി വെക്കാൻ പറഞ്ഞത്. അതുകൊണ്ടങ്ങൾ അദ്ദേഹം തുടങ്ങിയിട്ട് ഉറക്കാത്തായിട്ടുള്ളൂ. നിങ്ങൾ ചോദിക്കുന്നുള്ള നിലക്കാണ് ഞാനും എൻ്റെ കൂടെ ഉള്ളവരും ജമാഅത്ത് തുടങ്ങാൻ നിൽക്കുന്നത്. നിങ്ങൾ ചോദിച്ചും ചെയ്തു, അൽഹംദുലില്ലാ. ഇനി ഒന്ന് നോക്ക് സുജൂദ്. അത് കൈ വെച്ചിരിക്കുന്ന നോക്ക്. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല, കൈ വെച്ചിരിക്കുന്നത് നോക്ക്. കൈ ഇങ്ങനെ എഴുന്നേൽക്കാനുള്ള സൗകര്യത്തിൽ ഇങ്ങനെയാ കുത്തി വെച്ചിരിക്കുന്നത്. ഇതെന്തോ ഒരു ജിമ്മിന് പോയതാ തോന്നുന്നുണ്ട്. നിസ്കാരത്തിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. ആ പിന്നെ വേഗം എഴുന്നേൽക്കാലോ. ഇങ്ങനെ വെക്കേണ്ടടുത്ത് ഇങ്ങനെ അവനാൻ്റെ സൗകര്യം പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി അതിനൊക്കെ തുടരാൻ പറ്റുമോ? ഒരു നിസ്കാരത്തിൻ്റെ ഒരു ഷർത്തും ഫർളും അറിയാത്ത ആളോടൊക്കെ പോയി തുടരുക. ഒരു മൂളൊക്കെ അങ്ങനെ ഉണ്ടായാൽ മതിയോ? എന്തെങ്കിലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മാത്രം പറഞ്ഞാൽ മതിയോ? ബാക്കിയൊക്കെ ശരിയാകണ്ടേ? ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞു, ഏത് രൂപത്തിൽ ഞങ്ങൾ അയാളോട് തുടരാൻ പറഞ്ഞു? തുണി ആളെടുത്തിട്ടുണ്ട്, ശരിയാണ്. ശരിയാണ്, ഇവരെ അളന്ന് മുറിച്ച തുണി തന്നെയാണ്, അതിനും കുഴപ്പമില്ല. തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതും റെഡിയാണ്, അതിനൊന്നും തകരാറില്ല. പക്ഷെ ആ ചെയ്യുന്ന സുജൂദിന്റെ കോലം നോക്ക് നിങ്ങൾ. ഞാൻ അയാളോട് തുടരാൻ പോകുന്നിടത്തുനിന്ന് മാറിപ്പോയതാണ്. ജമാഅത്തോടെ നടക്കല്ലേ, തുടരാന്ന രീതിക്ക് പോയതാണ്. സുജൂദ് കണ്ടപ്പോൾ പേടിയായിപ്പോയി. നമ്മളെന്തിനാ പോയി തുടരുന്നത്?
തുടരാൻ കഴിയൂല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടാകും. നിസ്കരിക്കുന്ന അയാൾ എങ്ങനെ തുടരാനാണ്? നിസ്കാരം അറിയാത്ത ഒരാളെ എങ്ങനെ ഇമാമാക്കി തുടരും? മുന്നിൽ നിൽക്കുന്ന ഇമാമിന് എല്ലാവിധ അറിവുകളും ആ അറിവുകളുടെ പ്രാക്ടിക്കൽ വശങ്ങളും ഒക്കെ അറിയണം. ഓതുന്ന ഫാത്തിഹ സൂറത്തിൽ ഒരൊറ്റ അക്ഷരം അറിയാത്ത ആളാണെങ്കിൽ ഇമാമത്ത് നിൽക്കരുത്. ആ അക്ഷരം എത്ര ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചിട്ട് ഇയാൾക്ക് വഴങ്ങി കിട്ടുന്നില്ല. ബാക്കിയുള്ളവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അയാളുടെ പേര് ഉമ്മി എന്നാണ്. ഉമ്മിയാകണമെങ്കിൽ ഫാത്തിഹ സൂറത്തിലെ 156 അക്ഷരങ്ങളിൽ പകുതി അറിയാതിരിക്കണ്ട, അല്ലെങ്കിൽ അതിൽ 3/4% അറിയാ, കുറഞ്ഞ ശതമാനം അല്ല. വലൗ ബിഹർഫിൻ വലാ ഖുദ്വത ഖാരിഇൻ ബി ഉമ്മിയിൻ. ഷെയ്ഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂമിൽ മഅബരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു, ഓത്തറിയുന്നവൻ അറിയാത്തവരോട് തുടരരുത്. ഉമ്മി വലൗ ബിഹർഫിൻ, ഒറ്റ ഹർഫ് കൊണ്ടാണ് ആൾ ഉമ്മിയായതെങ്കിലും എങ്ങനെ മൊഴിഞ്ഞിട്ട് മൂപ്പർക്ക് ഗൈന് കിട്ടില്ല. ഗൈന് ഹൽക്കെന്ന് വരണ്ടേ, ഹുറൂഫുൽ ഹൽഖ് സിത്തത്തുൻ, അതിൽപ്പെട്ടതല്ലേ ഗൈന്. മൂപ്പരെങ്ങനെ ഗൈന് മൊഴിഞ്ഞാലും ഗൈനേ ആകുള്ളൂ. ഗൈന് 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 എന്ന് എത്ര പറഞ്ഞു കൊടുത്താലും വരച്ച് കാണിച്ചു കൊടുത്താലും, ഇനി ഹുൽക്കൂമിലേക്ക് ഇങ്ങനെ തൊണ്ടക്കുയിലേക്ക് കൈയിട്ട് ഇങ്ങനെ പ്രവേശിപ്പിച്ചിട്ട് ഒച്ച ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താലും പിന്നെയും മൊഴിഞ്ഞന് മൂപ്പര് പിന്നെയും ലൈനേ മൊഴിയുള്ളൂ. ലൈന് 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 അറിയും. അതെങ്ങനെ ശരിയാകാം? ലൈന് പറഞ്ഞ അക്ഷരം ഉണ്ട്, അങ്ങനെ അക്ഷരം ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ലൈന് എന്നുള്ള ഒരൊറ്റ അക്ഷരമാണ് കിട്ടാത്തതെങ്കിലും ആള് ഉമ്മിയാണ്. അവിടെയാണ് സഹോദരന്മാരെ സഹോദരിമാരെ നിർബന്ധമായി പഠിക്കൽ. വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ മാത്രമേ ഒരു മുസ്ലിമിന് നിർബന്ധമായി പഠിക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ പഠിക്കൽ സുന്നത്താണ്. ബാക്കി നന്നായി ഓതാൻ അറിവുള്ള ആളെ അറിവ് ചെറിയ അറിവൊന്നുമല്ല. ബാക്കിയുള്ള സൂറത്തുകൾ ഓതുമ്പോഴൊക്കെ പിഴവ് വരുന്ന ആളാണെങ്കിൽ ഒറ്റ സൂറത്തും അയാൾ ഓതാൻ പാടില്ല നിസ്കാരത്തിൽ. അങ്ങനെയല്ലേ നിയമം? ഫാത്തിഹ ശരിയായി ഓതാൻ അറിയും, ബാക്കി ഏത് സൂറത്ത് ഓതിയാലും തെറ്റും. അത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലും തെറ്റിപ്പോകും. അങ്ങനെയാണോ അയാളെ സ്വഭാവം? ആ ഫാത്തിഹ ഒന്നുകൂടി സൂറത്തിന്റെ സുന്നത്തിന് വേണ്ടി ആവർത്തിച്ച് ഓതിക്കോട്ടെ, എന്നാലും തെറ്റ് വരുന്ന രീതിയിൽ ഒരു സൂറത്തും വേറെ ഓതാൻ പാടില്ല. ഓതാതിരിക്കലാണല്ലോ ഓതുന്നതിനേക്കാളും അയാൾക്ക് നല്ലത്. ഫാത്തിഹ സൂറത്ത് തികച്ചും പഠിക്കേണ്ടത് തന്നെയല്ലേ? തീർത്തും പഠിക്കണം. അതിന് പ്രായം വ്യത്യാസമുണ്ടോ? ഇല്ല. ഇത്ര പ്രായത്തിന്റെ ഉള്ളിൽ പഠിക്കണമെന്നുണ്ടോ? ഇല്ല. പഠിച്ച് ശരിയായിട്ടില്ലെങ്കിൽ ശരിയാവുന്ന കാലത്തോളം പഠിക്കണം. സഹോദരന്മാരും സഹോദരിമാരും പഠിക്കണം, അത് നിർബന്ധമാണ്. 3 തരത്തിലുള്ള അറിവുകൾ പഠിച്ചെടുക്കൽ ഓരോ മുസ്ലിമിനും ഫർള് ഐനാണ്. ഫതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്കുലാ. ഹദി തലാസത്തു ഫർളു ഐനിൻ ഫഅരിഫൻ വഅമൽ ബിഹാ തഹസുൽ നജാത്തുൻ വഅതിലാ. നിന്റെ ആരാധനയെ സാധൂകരിക്കുന്ന ഇൽമു നീ പഠിക്കണം, അല്ലേ? പഠിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഈ ഫാത്തിഹ സൂറത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, സുബ്ഹാനല്ലാഹ്, പറഞ്ഞപ്പോൾ കൂട്ടത്തിലെന്ന് പറയാം, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ബാപ്പ മരിച്ചു ഉമ്മ മരിച്ചാൽ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് പറയും മക്കളോട്, എന്താ പറയുക, നിങ്ങളെ ഹക്കാണ് ഇതെന്ന്, നിങ്ങളെ ഹക്കാണ്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചാൽ മതി. അല്ല, ആ നിസ്കരിക്കാൻ ഹക്കുണ്ട് അവകാശമുണ്ട് എന്ന് തോന്നുന്ന ആള് അയാളൊരറിവ് വെച്ചിട്ട് അയാൾ പറയുന്നു നിസ്കരിക്കുന്നത് എൻ്റെ ബാപ്പക്ക് എൻ്റെ ഉമ്മക്ക് ഖബറിൽ ഉപകാരം കിട്ടാനല്ലേ, ഞാൻ നിസ്കരിച്ചാൽ എത്രയെന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് ഉസ്താദ് നിസ്കരിച്ചോട്ടെ. ഉസ്താദിൻ്റെ ഓത്തും ശരിയാണ്, ദുആവും ശരിയാണ്, സ്വലാത്തും ഫുള്ളായിട്ട് അറിയും, നേർക്ക് നേരെ ഓതാനും അറിയും, അതിൻ്റെ അർത്ഥം ചിന്തിച്ചു കൊല്ലാനും അറിയും. അപ്പം ഇവർ വിടൂല, ഇവർ അത് നിങ്ങളെ ഹക്കാണ്. എന്ത് ഹക്ക്? ഇത് സ്വത്തൂരിക്ക, നിങ്ങളെ ഹക്കാണ്, ഹക്കാണ്, അതുകൊണ്ട് വിടാൻ പറ്റില്ല, നിങ്ങളെ അവകാശമാണ്. സഹോദരന്മാരെ, ഹക്കോ ഹക്കെന്ന് പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, ഇയാളിതിന് അർഹനാണോ അല്ലേന്നും കൂടി പഠിച്ചു വെക്കണം.
ഈ നിൽക്കുന്ന മോന് ഒരു പക്ഷേ സാമ്പത്തിക രംഗത്തെ ആൾ അർഹനായിരിക്കും, കുടുംബം നോക്കാനും മറ്റൊക്കെ സാമ്പത്തിക കഴിവുണ്ടാകും, അതിൽ നമ്മൾ നിഷേധിക്കണമൊന്നുമില്ല. മക്കൾക്ക് നേതൃത്വം കൊടുക്കാനും നല്ല പക്വതയുള്ള ആളായിരിക്കും. പക്ഷെ നിസ്കരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യത വേണ്ടേ? നിസ്കരിക്കാൻ യോഗ്യത ഇല്ലെങ്കിൽ ഉള്ളവരെ നിർത്തണം നിസ്കരിക്കാൻ. അങ്ങനെയാണ് വേണ്ടത്. നിസ്കരിക്കാൻ അതിന് യോഗ്യതയുള്ള ആളുകളെ നിർത്തണം. തെറ്റില്ലാതെ ഫാത്തിഹ സൂറത്ത് അവിടെയും ഓതണം, സ്വലാത്ത് പൂർണ്ണമായി ചൊല്ലണം. ഇന്ന് നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്ക് ജനാസ നിസ്കാരത്തിലെ സുന്നത്തുകൾ മുഴുവനായിട്ടും അറിയോ അറിയില്ല, ദുആനെ ഫുള്ളായിട്ട് അറിയോ അറിയില്ല. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ദ്വാരന്ന് തീരുന്നവരെ ആവർത്തിക്കേണ്ടി വരും. അത്രേ അറിയുള്ളൂ. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു. അത് ആവർത്തിക്ക് പറയുന്നതിനേക്കാളും നല്ലത് പൂർണ്ണമായും ദ്വാരക്കലല്ലേ, എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ദ്വാരക്കലല്ലേ നല്ലത്. അപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ കിതാബുകളിൽ ബന്ധപ്പെട്ട അവകാശി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് അർഹതയും യോഗ്യതയും ഒക്കെ കൂടെ വേണം. അവിടെയാണ് എൻ്റെ ഉപ്പമാരോട് ഞാൻ പറയട്ടെ, ശാഠ്യം പിടിക്കുന്നത് ഒഴിവാക്കിയിട്ട് തീരെ അർഹതയില്ലാത്ത ആളാണെങ്കിൽ അതിന് അർഹതയും യോഗ്യതയും ഉള്ള ആളെ മുന്തിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് ചെയ്യേണ്ടതും സ്വീകരിക്കേണ്ടതും അങ്ങനെയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ ആ രൂപത്തിൽ അർഹതയുള്ള മഹാന്മാരെ എത്രയെത്ര പേരെ മുന്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന കാലത്ത് എത്രയോ മഹാന്മാര് വഫാത്തായതിന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് സ്വന്തം മക്കളല്ല, അവിടെ ദർസ് നടത്തുന്ന സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഒന്നും രണ്ടും ആളുകൾക്കല്ല, ഒരുപാട് ഹദീസുകളിൽ അങ്ങനെ കാണാം. കാരണം അതൊരു യോഗ്യതയാണ്. മദീന പള്ളിയിലെ മുദർരിസാണ്. അതിനേക്കാളും വലിയ യോഗ്യത എന്താണ് വേണ്ടത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അമലും എത്ര വിശാലമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമ് ചെറിയൊരു ഇൽമല്ലല്ലോ, ചെറിയ ശിഷ്യന്മാരല്ലല്ലോ അവർക്കുള്ളത്. ആ മദീന പള്ളിയിൽ അവരെടുത്ത് ദർസ് പഠിക്കാൻ വേണ്ടി വരുന്നത് മദീന നിവാസികളായ ആളുകൾ മാത്രമാണോ? അല്ലല്ലോ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്ന് പഠിക്കുന്നു. മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ യോഗ്യത മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ദർസ് നടത്താൻ സ്വഹാബത്ത് അംഗീകാരം നൽകി എന്നത് തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച സ്വഹാബിമാരില്ലേ? ഉണ്ട്. തങ്ങളോടൊപ്പം നടന്നവർ ഇല്ലേ? ഉണ്ട്. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനൊരു വേറിട്ട വ്യത്യാസം ഉണ്ട്. യാത്രയിലും നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും മറ്റൊരിടത്തേക്കും പോകാതെ എപ്പോഴും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നടക്കുകയും എല്ലാ സ്ഥലങ്ങളിലും അവിടുന്ന് പകർത്തി തരുന്ന ഇൽമുകൾ ഹിഫ്ലാക്കുകയും ആ ഹിഫ്ലിന് ചെറിയൊരു കോട്ടം വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്ത് പ്രകാരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഹിഫ്ലിനൊരു കുറവും വരാതിരിക്കാൻ വലിയ സന്തോഷം കൈമാറിയിട്ട് അതുകൂടി കിട്ടിയ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ചെറിയ ഒരു സന്തോഷമല്ല കിട്ടിയത്. അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് ഹദീസ് പഠിക്കുന്നു, പക്ഷേ പല ഹദീസുകളും മറന്നു പോകുന്നു എന്ന് പറയുമ്പോഴേ മറതിക്ക് കാരണമായ കാരണങ്ങളായിട്ട് പഴയ കാലത്തൊന്നും ഉസ്താദുമാര് പല സംഗതികൾക്കും അനുകൂലമായി നിൽക്കാറില്ല, മറതി വരുന്നു കരുതിയിട്ട്. പക്ഷെ ഇന്ന് നമ്മളും ആ വിഷയത്തിൽ പ്രശ്നമാക്കാതെ നിൽക്കുമ്പോൾ പിന്നെ അത് ഇനി ഏറ്റെടുക്കാൻ പിന്നെ ആൾക്കാരും ഇല്ലാതായി വരും. ഉദാഹരണമായി പറഞ്ഞാൽ, ആരും വിഷമമൊന്നും കരുതിയാലും വിഷമമൊന്നുമില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ ഉസ്താദുമാർ മൂല്യന്മാരെ എവിടെക്കെങ്കിലും ഒരു ചെരുപ്പ് എടുക്കാൻ കയറുകയാണെങ്കിൽ അങ്ങക്ക് കറുത്തത് പറ്റൂലല്ലോ എന്ന് ചെരുപ്പ് കടക്കാർ ഇങ്ങോട്ട് മസല പറഞ്ഞു തരും. എന്താ അങ്ങനെ മസല പറഞ്ഞു തരാൻ കാരണം? നമ്മൾ താലീമുൽ മുത്താലിം എന്ന് പറയുന്ന കിതാബ് മുതൽക്ക് ഇൽമിന്റെ ആദാബ് ഓതിപ്പടിക്കുമ്പോൾ ഓതിപ്പടിച്ചൊരു വിഷയമല്ലേ അത്.
നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ല, അതിനാൽ നിസിയാൻ വന്നിടും മറക്കല്ല. കറുത്ത ചെരുപ്പ്. ഇപ്പം നമ്മളും അങ്ങനെ കറുത്ത ചെരുപ്പ് ധരിക്കുമ്പോൾ പിന്നെ ആ മസാല ഇല്ലാതായി പോവുകയാണ്. മറ്റേത് ചെരുപ്പ് കടക്കാർക്ക് വരെ ആ ഒരു സംഗതി ശരിക്കും ഓർമ്മ കിട്ടിയിരുന്നു. നോക്ക് നിങ്ങൾ, അല്ലേ? അവർ വരെ പറഞ്ഞിരുന്നു. ഉസ്താദുമാർ അവരിങ്ങനെ ഈ വാസനിക്കുന്ന തരത്തിലെ ഉള്ളി അവർ കഴിക്കാൻ കൂട്ടാക്കൂല. പക്ഷെ ഇപ്പം നമ്മക്കാണ് കൂടുതൽ ഉള്ളിക്ക് താല്പര്യം തോന്നുന്നുണ്ട്, അല്ലേ? ഉള്ളി, വേവിക്കാത്ത ഉള്ളി, അത് ഓർമ്മശക്തിക്ക് കുറവ് വരുത്തുന്നൊരു സംഗതിയാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജാമിഉ സഗീറിൽ കൊണ്ടുവന്നൊരു ഹദീസ് കാണാം. അൽ ബസ്ലു നയ്യിഉ യുദ്ഹിബുൽ അഖ്ൽ. പച്ച ഉള്ളി ഓർമ്മക്കുറവ് വരുത്തുന്നു. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് അതിൽ. പച്ച ഉള്ളി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സ്പെഷ്യലായ ഫുഡ് ഉണ്ടാക്കിയിട്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കൊടുത്തത്. ഒരു ദിവസം തീരെ വിരലും കൈയൊന്നും പതിയാതെ കണ്ടപ്പോൾ മഹാനവറുകൾ പേടിച്ചു പോയി. അന്ന് വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കിയത്. എന്താ നബിയെ, ഇന്നത്തെ ഭക്ഷണത്തിൽ എന്താ കുഴപ്പം? തങ്ങൾ എവിടെയും തൊട്ടിട്ടില്ലല്ലോ. സാധാരണ തളിക തിരിച്ചു കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ സ്പർശിച്ചിടത്തുനിന്ന് ആദ്യം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു പിടി വാരും, പിന്നെ ഭാര്യ വാരും, പിന്നെ അടിമസ്ത്രീയും വാരിയെടുക്കും, പിന്നെ എല്ലാവരും ബാക്കിയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കും. അങ്ങനെയാണ് പതിവ്. പക്ഷെ അന്ന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരു അടയാളം കാണുന്നില്ല. ഇന്നെന്ത് പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടമില്ലാത്ത, എനിക്ക് വെറുപ്പാകുന്ന ഒരു ഭക്ഷ്യവസ്തു അതിൽ ചേർത്തിട്ടുണ്ട്. എന്താ നബി അതിൽ ചേർത്തത്? നിങ്ങൾ പച്ച ഉള്ളി അതിലതാ വെട്ടിയിട്ടിരിക്കുന്നു, വേവിച്ചിട്ടില്ല, അതിൻ്റെ കറ നീങ്ങിയിട്ടില്ല. നിങ്ങൾ കാണാത്തൊരു വിഭാഗത്തോട് മുനാജാത്ത് നടത്തുന്നവനാണ് ഞാൻ. മലക്കുകൾക്ക് ഇതിൻ്റെ വാസന തീരെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനത് ഭക്ഷിക്കാറില്ല. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ തീരുമാനം, എങ്കിൽ ഇതുപോലെയുള്ള സ്പെഷ്യലായ ഫുഡ് ഇനി ഇവിടെ ഉണ്ടാക്കുന്നില്ല. പച്ച ഉള്ളി വെട്ടിയിട്ടുകൊണ്ടുള്ള ഒരു ഫുഡും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഭാര്യ തീരുമാനിക്കുന്നു, മഹാനവറുകൾ തീരുമാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഇഷ്ടമില്ല എന്ന് കണ്ടപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, ആ പച്ച ഉള്ളി വേവിച്ചാൽ അതിൻ്റെ കറ മാറി, അത് ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. പച്ച ഉള്ളിക്ക് അങ്ങനെ ഒരു കേടുണ്ട് എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഹദീസിൽ കാണാം. ഇരിക്കട്ടെ, മറതി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുപാട് ഹദീസ് ഞാൻ പഠിക്കുന്നു നബിയെ, പലതും ഞാൻ മറന്നു പോകുന്നു. ഉബ്സുത്തിരിദാക്, നിങ്ങളെ തോളിലിരിക്കുന്ന, തലയിലിട്ടിരിക്കുന്ന തട്ടം, താഷാളില്ലേ, അതൊന്ന് നിലത്തി വിരിക്കൂ. ഞാൻ എൻ്റെ തട്ടം ഒന്ന് വിരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ആ ഷാളിലേക്ക് ഇങ്ങനെ വാരിയിടുന്നത് ഞാൻ കണ്ടു. ശേഷം എന്നോട് പറഞ്ഞു, ളുമ്മ ഇലൈക്, അതെടുത്തൊന്ന് ചേർത്ത് പിടിക്കണം. എന്താണ് അതിലേക്ക് വാരിയിട്ടത് എന്ന് എൻ്റെ നോട്ടം കൊണ്ടൊന്നും കാണാനില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുണ്ട്, ആ ഷാള്, ആ തട്ടം എടുത്ത് ഒന്ന് ചേർത്ത് വെക്കാൻ എന്നോട് പറഞ്ഞു. ഞാനതെൻ്റെ നെഞ്ചിലേക്കൊന്നിങ്ങനെ ചേർത്ത് അണച്ചു കൂട്ടി പിടിച്ചു. ഫമാ നസീതു ഹദീസൻ ബഅദഹു, അതിനുശേഷം പിന്നെ ഒരു ഹദീസും ഞാൻ മറന്നിട്ടേയില്ല. ഇഷ്ടം പോലെ ഹദീസ് മഹാനവറുകൾ ദർസ് നടത്തിയിട്ട് ആ ഹദീസ് കേൾക്കുന്നതിനും പഠിക്കുന്നതിനും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരും മുത്തഅല്ലിമുകളൊക്കെ മദീനയിലേക്ക് ഒഴുകിയിട്ട് ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് സ്വഹാബിമാരെ കൂട്ടത്തിൽ വലിയ സ്ഥാനം ഇൽമു കൊണ്ടവർ നൽകിയിരുന്നു. സഹോദരങ്ങളെ, കർമ്മങ്ങൾ നന്നാക്കുന്ന രീതിയിലുള്ള ഇൽമ് അത് പഠിച്ചെടുക്കൽ ഓരോരുത്തരും
ഓരോരുത്തർക്കും നിർബന്ധമാണ്. എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഫർള് ഐനാണ്. ആലിമീങ്ങൾക്ക് മാത്രമല്ല, മുതഅല്ലിമീങ്ങൾക്ക് മാത്രമല്ല. നമ്മൾ ചെയ്യുന്ന ആരാധന തീർത്തും ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഇൽമു പഠിക്കണം. കുളിക്കുന്ന കുളിയാകട്ടെ, എടുക്കുന്ന വുളു ആകട്ടെ, ചെയ്യുന്ന തയമ്മുമാകട്ടെ, നിസ്കരിക്കുന്ന ജനാസ നിസ്കാരമാകട്ടെ, നജസ് വൃത്തിയാക്കുന്നതാകട്ടെ, ശുദ്ധീകരണമാകട്ടെ, ഏത് കർമ്മവും അത് സ്വഹീഹാകാൻ പറ്റുന്ന തരത്തിലുള്ള അറിവ് അത് പഠിച്ചെടുക്കൽ ഓരോ ആണിനും പെണ്ണിനും നിർബന്ധമാണ്. ഇപ്പോഴും സഹോദരിമാരെ, ഇൽമിന്റെ കുറവ് കൊണ്ട് ഒരുപാട് സംഗതികൾ കാണുമ്പോൾ ബേജാറായിത്തീരാണ്. ഇപ്പൊ അടുത്തൊരു വീട്ടിൽ പോയി, ആ വീട്ടിൽ പോയതൊരു സഹായമായി. അവിടെ ഒരു 15 മിനിറ്റ് വേദ പറയാൻ കഴിഞ്ഞു. വേദ സദസ്സിൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ, വ്യക്തികളോടും പറയേണ്ടി വരും. ഒരു വീട്ടിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു കുട്ടി, ചെറിയൊരു കുട്ടി മൂത്രമൊഴിച്ചിട്ട് ആ കുട്ടിയെ ഒരു ഉമ്മ എടുത്തു കൊണ്ടുപോയി. അപ്പോൾ ഒരു സഹോദരി ഒരു തുണിയും കൊണ്ടുവന്നിട്ട് ആ മൂത്രം ഒഴിച്ചത് ആ തുണി കൊണ്ടുവന്നിങ്ങനെ പരക്കെ തുടച്ച് സഹോദരി ആ ഫാനിന്റെ സ്വിച്ച് വിട്ട് അങ്ങോട്ട് പോയി. ഇപ്പൊ എന്തായി? നേരത്തെ നജസാകാത്ത സ്ഥലത്ത് കൂടി നജസായി. നമ്മളെ ഈ എണ്ണ അപ്പച്ചട്ടിയിൽ എണ്ണ പറ്റല്ലേ, അപ്പച്ചട്ടിയില്ലേ, അതിൽ എണ്ണ പറ്റും പോലെ മൊത്തം കൊണ്ട് തേച്ചു. ഫാൻ്റെ സ്വിച്ച് ഇട്ടു, നോക്കിയിട്ട് വല്ലതും കാണാനുണ്ടോ? ഇല്ല. കാറ്റ് തട്ടിയിട്ടൊരു പക്ഷേ വാസനയും പോയിട്ടുണ്ടാകും. പക്ഷേ നജസ് ഉണ്ടോ? നജസ് ഉണ്ട്, ഹുക്മിയായ നജസ്. ഉളു എടുത്തൊരാൾ വരുന്ന ആ വഴിയിലൂടെ, അയാൾ നേരെ റൂമിലേക്ക് പോകുന്നു, മുസല്ലയിലേക്ക് പോകുന്നു, അവിടെ നജസായി. പരക്ക നജസായില്ലേ? ആകെ നജസ്, വീട് മൊത്തം നേസാകൂല. എങ്ങനെ ആകുമ്പോ കിടക്കാൻ വേണ്ടി കയറിയെടുത്ത് അവിടെ ആകൂലേ നേസ്? ഇതെങ്ങനെ ശുദ്ധിയാക്കണം എന്നൊരു അറിവിന്റെ കുറവ് കൊണ്ട് വീട് മൊത്തം നജസ് വിട്ടുമാറാത്ത രൂപത്തിൽ വരൂലേ? ഉമ്മമാരെ, അത് തുടച്ചെടുത്താൽ മാത്രം നജസ് നീങ്ങൂല. അതിനേക്കാൾ അധികം വെള്ളം ഒഴിച്ച്, ഒന്നുകിൽ വെള്ളം അവിടെ വറ്റി വരണ്ട് ഉണങ്ങിപ്പോകണം, അല്ലെങ്കിൽ വെള്ളം വടിച്ച് ഒഴിവാക്കണം. ആ ഒരു രൂപം ചെയ്യാതെ ഒരു തുണി എടുത്തിട്ട് മൂത്രം മൊത്തത്തിൽ അങ്ങനെ പരത്തിയിട്ട് തുണിയിലുമാക്കിയിട്ട് തുണി അങ്ങ് കൊണ്ടുപോയാൽ കാറ്റ് തട്ടിയിട്ട് നിലം ഉണങ്ങിയാൽ നജസ് നീങ്ങിപ്പോകൂല. ഇത് നന്നായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നജസ് വൃത്തിയാക്കുന്ന രൂപവും ഭാവവും നല്ലോണം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതേ, ഭക്ഷണാവശിഷ്ടങ്ങളിൽ എന്തെങ്കിലും നജസ് വന്ന് വീണാല് ആ വീണ പാത്രം കഴുകുന്നിടത്തും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂത്രമായ ബെഡ്ഷീറ്റ്, മൂത്രമായ പുതപ്പ്, മൂത്രമായ തലയിണ, അത് ശുദ്ധിയാക്കുന്നിടത്ത് നല്ല പാഠം പഠിക്കണം. അതേ, ഇത് മൊത്തം കൊണ്ടുപോയി അലക്ക് മെഷീനിലേക്ക് ഒന്നായിട്ട് ഇട്ടിട്ട് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്തിട്ട് ഒന്ന് കറക്കി റെഡിയാക്കിയിട്ട്, അപ്പൊ ഭർത്താവിൻ്റെ തുണിയും അതിലുണ്ട്. ഒരു നജസും നേരത്തെ തുണിയിലില്ലായിരുന്നു, ഇപ്പൊ നന്നായി മുതനജിസായി മാറി. ഭർത്താവിടുന്ന ഷർട്ടും അതിൻ്റെ ഉള്ളിലുണ്ട്. നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ അത് നജസായി മാറി വന്നു. നോട്ടത്തിൽ ഒന്നും അതിൽ കാണാനില്ല. നേരെ എടുത്തിട്ടതാ ആരിൽ കൊണ്ടുപോയി ചിക്കിയിടുന്നു, ഉണങ്ങാൻ വേണ്ടി ഇടുന്നു. ഉണങ്ങിയ ആ വസ്ത്രം ഇവൻ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു. നിസ്കാരമില്ല, ജുമുഅ ഇല്ല. ആ ബെഡ്ഷീറ്റ് നേരത്തെ വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ച് മൂത്രത്തിന്റെ അളവ് അതിൽ നിന്ന് വൃത്തിയാക്കി, മൂത്രം റെഡിയാക്കി നജസ് ഒഴിവാക്കി കളയണം. മാഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞ വിഷയം മൊബൈലിലെത്തി, സമയം ഏകദേശം മൊബൈലിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒന്ന് മൊബൈലിലാക്കി ഇൻഷാ അല്ലാഹ് നിർത്തും. ആ മൂത്രമായ പുതപ്പ്, മൂത്രമായ ബെഡ്ഷീറ്റ് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ നജസ് കളയണം. ശേഷമേ അതൊരു ബക്കറ്റിലിട്ടുകൊണ്ട് വെള്ളത്തിൽ മുക്കിയിട്ട് വേറെ എന്തെങ്കിലും സോപ്പോ മറ്റോ തേച്ച് വൃത്തിയാക്കാവൂ. ആദ്യം കൂടെ കൊണ്ടുപോയിട്ട് മെഷീനിലോ മറ്റു വസ്ത്രത്തിൻ്റെയോ കൂടെ വെള്ളത്തിലിട്ടിട്ട്
നജസ് ആകാത്തതിലേക്ക് കൂടി നജസ് പകർത്തരുത്. ഇത് നേരത്തെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് നജസ് കളയണം. അതിനെത്രമാത്രം വെള്ളം ഒഴിക്കണോ അത്രമാത്രം വെള്ളം ഒഴിക്കണം. ഒന്നാകെ കൂട്ടിക്കലർത്തിയിട്ട് കുഴച്ചെടുത്തിട്ട് പൊടിയിട്ടിട്ട് ശുദ്ധിയാക്കുന്ന ഏർപ്പാടില്ലേ, പലതും ശുദ്ധിയാകാറില്ല, നജസ് വിട്ട് മാറാറില്ല. ശരിക്ക് ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. നമ്മളെ ധാരണയിൽ നമ്മളൊക്കെ ചെയ്ത് ഇബാദത്തൊക്കെ ആയിരിക്കും, പക്ഷേ ഷർത്ത് വെക്കാത്തത് കൊണ്ട് ഒന്നും എവിടെയും എത്തിയിട്ടുണ്ടാകൂല. ആരാധനയെ സാധൂകരിക്കുന്ന ഇൽമ് ഒന്നും രണ്ടും അല്ല, പലതും ഉണ്ട്. അതൊക്കെ നീ പഠിച്ചെടുക്കണം. കുളി മണ്ണം ശരിയാക്കണം. കുളി റെഡിയായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ